നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് ലോങ് വീഡിയോ, ഫസ്റ്റ് വ്ളോഗ്. ഞങ്ങള് ഒരു 2 മാസമായി നമ്മള് ഈ സാധനം യൂട്യൂബ് തുടങ്ങിയിട്ട്. ഞങ്ങളൊരു ഗോൾ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങള് ഫസ്റ്റ് വീഡിയോ ഇടത്തുള്ള രീതിയിൽ. പക്ഷെ ഞങ്ങൾക്ക് അത് പൂർത്തിയായി, ഞങ്ങൾക്ക് അച്ചീവ് ആയി. അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാണിച്ചാലോ? ഞങ്ങൾ ഇത് എന്തിനാ നിങ്ങൾ പറയാ? ഇത് നമ്മളൊരു ഗോൾ ഉണ്ടായിരുന്നു, നമുക്ക് 2 മാസത്തിൽ 300 സബ്സ്ക്രൈബേഴ്സ് അടിക്കണം എന്നുള്ളത്. പക്ഷേ നമുക്ക് 100 സബ്സ്ക്രൈബ്, ഇതൊക്കെ കാണുമ്പോ 2-3 സബ്സ്ക്രൈബേഴ്സ് പോയാലും നമുക്ക് കുഴപ്പമില്ല, എന്നാലും സന്തോഷമുണ്ട്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഇടുമ്പോൾ ഞങ്ങൾക്ക് ആ വീഡിയോയിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് കയറിയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ അടുത്ത വീഡിയോ ചെയ്യണം ഒരു മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ ഇത് കേക്ക് വെട്ടി നമ്മൾ എല്ലാവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. എന്ത് തെളിവാ? ഇതാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച കേക്ക്, 200 കേക്ക്. ഇതൊന്നും മരുന്നില്ലല്ലേ? കട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് കത്തിക്കാം. ഞങ്ങളുടെ യൂട്യൂബ് ജേർണി ഒക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഗൈസ് നമ്മള് വെട്ടാൻ പോവാണ് കേക്ക്. 1 2 3 ഹാപ്പി 300 സബ്സ്ക്രൈബേഴ്സ്, ഹാപ്പി 300 സബ്സ്ക്രൈബേഴ്സ്, ഹാപ്പി 300 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഈ സന്തോഷത്തിന് കാരണം നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങൾ ഇനി 1000 ആക്കിക്കണം. ആദ്യം 1000 ആക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങനെ നിങ്ങൾ ഞങ്ങൾ 1 ലക്ഷം വായിക്കണം. പിന്നെ ഞങ്ങളെ 1 മില്യൺ അടുപ്പിക്കണം. പിന്നെ 10 മില്യൺ 20 30 40. ഇനി നമുക്ക് ഗൗരിയുടെ ഒരു സോങ്ങും കൂടെ സോങ് പാടിയിട്ട് ബാക്കി പറയാം. മല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുരമാളിക തീർത്തു അതെല്ലാം ഒന്നാടിപ്പാടി മല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. വ്ളോഗറായി മാറി. കാരണം ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ജസ്റ്റിക്ക്. ഞാനും മേച്ചൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ജസ്റ്റിച്ച് അങ്ങനെ ഒട്ടും സംസാരിക്കാൻ വരാത്ത. പക്ഷെ സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് ജസ്റ്റിക്ക്. ഇങ്ങനെ അത്രയും എനിക്ക് ക്യാമറയുടെ അങ്ങനെയൊന്നും അറിയത്തില്ല. ഇവരൊക്കെ വലിയ വലിയ നടികളായിരുന്നു. ഇത് ആലപ്പുഴയിലെ നടി, ഇത് മണ്ണഞ്ചേരിയിലെ നടി, ആളാത്തിലെ നടി, അത് കായംകുളത്തെ നടിയുമായിരുന്നു. ഉറപ്പൊക്കെ പിടിച്ചു നിന്നില്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ യൂട്യൂബ് ജേർണിനെ പറ്റി പറയാം. ഓക്കെ, സ്റ്റാർട്ടിങ് നമ്മളെല്ലാരും കൂടെ ഒക്കെ പ്ലാൻ ചെയ്ത്, പക്ഷെ എനിക്ക് എന്നെ ഇവളുമാരൊന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ പറ്റിയ പാട്. നമ്മൾ അപ്പോഴും പറഞ്ഞു ഇതുപോലെ നമ്മളെ ഒരു എവിടെയെങ്കിലും ഒക്കെ എത്തുമ്പോ അന്ന് നമുക്കിത് പറയണം. ഇപ്പൊ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം 300 സബ്സ്ക്രൈബേഴ്സ് അത്ര വലിയ ഭയങ്കര അച്ചീവ്മെന്റ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്ത് അത് ഞങ്ങൾക്ക് വലിയ നേട്ടമാണ്. കാരണം നമ്മുടെ ബന്ധുക്കളൊക്കെ കൂടെ കൂട്ടി ഒരു 50 പേര്, ഫ്രണ്ട്സ് ബന്ധുക്കൾ നമ്മുടെ 3 പേരെ നമുക്ക് ഭയങ്കര സർക്കിൾ ചെറുതാ. അതിൽ നിന്ന് 300 ബാക്കി എന്ന് പറയുന്നത് നിങ്ങളാണ്. എന്നിട്ട് എന്നെ സമീപിക്കാൻ ഭയങ്കര പാടായിരുന്നു. വരുന്നില്ല, പറ്റത്തില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യത്തില്ല, ഈ യൂട്യൂബ് ചാനൽ ശരിയാവത്തില്ല. എനിക്ക് ഭയങ്കര ഉൾവലി വരുന്നു. വേണ്ട, ഇല്ല, നിങ്ങൾ എന്നോട് തുടങ്ങി, ഞാൻ എല്ലാത്തിനും പുറകെ 2-3 ദിവസം പിടിച്ചിരുത്തി. 2-3 അല്ല, ഒരാഴ്ച തുടങ്ങി. പിന്നെ അതങ്ങ് വിട്ട ടോപ്പിക്ക് അങ്ങ് വിട്ടു. പിന്നെ അടുത്ത ആഴ്ച പോയിട്ട് പിന്നെ ഇവളുമാര് അനങ്ങുന്ന ഒരു ലക്ഷ്യം എനിക്ക് കാണുന്നില്ല. ഇപ്പൊ ഞാൻ ചെയ്തില്ലെങ്കിൽ ഇവളുമാര് മുന്നോട്ട് പോകത്തില്ലെന്നുള്ളൊരു ഇതെത്തി. രക്ഷപ്പെടണമെങ്കിൽ 3 പേരും കൂടെ രക്ഷപ്പെടണം. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെയായിരുന്നു ആഗ്രഹം. 3 പേരും കൂടെ തുടങ്ങണം, 3 പേരും കൂടെ രക്ഷപ്പെടണം, ഒരുമിച്ച് രക്ഷപ്പെടണം. പറയുന്നത് മൊത്തം നമുക്ക് രക്ഷപ്പെടണ്ടേ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് മൊത്തം ഞങ്ങള്. സോ ഇവളെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ട്രാക്കിലൊന്നും കൊണ്ടുവരാൻ വേണ്ടി കൊറേ പാടുപെട്ട്. പക്ഷെ കൊറേ പാടുപെട്ടെന്നല്ല, നമ്മൾ മേച്ചി ഇരുത്തി സംസാരിച്ചു. എന്റെ അടുത്ത് ഉപദേശം ഇതിന്റെ ഇടവും പലവും ഇരുന്നിട്ട് പൊന്നിന്റെ തല തിന്ന്. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഓക്കെ എന്തെങ്കിലും വരട്ടെ, നമുക്ക് അങ്ങ് സ്റ്റാർട്ട് വരാം. ഞാനങ്ങനെ ഒരുപാട് വീഡിയോസിനൊന്നും വരത്തില്ല, നിങ്ങൾ ഇടണം. പിന്നെ ഇപ്പൊ വീഡിയോസേ ചെയ്യാൻ നിർബന്ധിക്കുന്നത് അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റേ ഇപ്പൊ ഒരു നാണോമാനം എല്ലാം ഇപ്പൊ സ്വന്തമായിട്ട് അക്കൗണ്ട് വരും. 10 പേര് ഫോളോവേഴ്സ് നമ്മളെല്ലാരും.
അത് ഇവർ ഒന്ന് 2-3 ഇവരുടെ തന്നെ ഫേക്ക് അക്കൗണ്ട് പിന്നെ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ അങ്ങനെ ഇതൊന്നും ഇല്ലേ, അങ്ങനെ തുടങ്ങുന്നത് തുടങ്ങിയില്ലെങ്കിൽ ഇല്ല. മേച്ചിയാണ് മുന്നോട്ട് കൊണ്ടുവന്നത് നമ്മളെ എല്ലാരും. ഇപ്പോഴും നമ്മുടെ നെടുന്തൂണ് മേച്ചിയാണ്. അവള് ഒരു ഇനിഷ്യേറ്റ് എടുത്തുകൊണ്ടാണ് ഞങ്ങള് ഇതിനകത്തോട്ട് കേറി വന്നത്. ഇവള് തുടക്കത്തെ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര എനിക്ക് അന്നും ഡൗട്ട് ഇവളായിരുന്നു. ഇവക്ക് എല്ലാ കാര്യത്തിലും തുടക്കത്തിന്റെ ഇൻട്രസ്റ്റ് ഉള്ളു. അപ്പൊ എനിക്ക് അന്നേ ഡൗട്ട് ഇവളായിരുന്നു. ഇവള് പിന്നെ പിന്മാറുമ്പോ തുടങ്ങി കഴിഞ്ഞാൽ മാറിയ അത് എഡിറ്റിങ്ങിന് എനിക്ക് ഭയങ്കര മടിച്ചിരിക്കും. ഇവക്ക് മെയിൻ ആയിട്ട് മടിയാണ്. ഉറങ്ങണം. എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടെണ്ണോട് എന്നെ തെറി വിളിച്ച് റെഡിയാക്കി കഴിവുള്ള പിള്ളേരാ, പക്ഷെ മടി ഇവക്ക്. മൂന്നുപേരും കൂടെ പരസ്പരം അങ്ങോട്ട് പൊക്കി മാറി. പക്ഷെ ഇതിൽ കൂടെ തന്നെയല്ലേ കടന്നു വന്നത്. ഇപ്പോഴും നമ്മൾ ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്താ 300 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 3 ലക്ഷം 3 മില്യൺ അടിച്ചല്ലേ, സന്തോഷമാണ്. ഞങ്ങളത് പെട്ടെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങൾ ഇന്നലെ വരെ നോക്കി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സുൽത്താൻ പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ച് ഇങ്ങനെ പണി ഞങ്ങൾ എഴുതിയൊക്കെ വെച്ച്. അതായത് ഇനി 12 ദിവസമുണ്ട്. അതായത് എനിക്ക് ഏപ്രിൽ ഞങ്ങൾക്ക് 300 അടിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഗോള്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് ഇനി 12 ദിവസമുണ്ട്, നമുക്ക് 16 സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പൊ 12 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇതൊക്കെ എഴുതി എല്ലാം സെറ്റ് ആക്കി വെച്ചു. അന്നേരം അവിടെ ഇട്ട്. പിന്നെ ഞങ്ങൾ സബ്സ്ക്രൈബ് നോക്കില്ല. ഇന്ന് രാവിലെ അവൻ മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അവൻ ട്രീറ്റ് വേണമെന്ന് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടി ശരിക്കും. 300 സബ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായി. പിന്നെ അപ്പൊ തന്നെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങള് തന്നെത്താൻ ചെറിയ കേക്ക് കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ നിങ്ങൾ എല്ലാരും നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടല്ലേ. അപ്പൊ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനിയും ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് നല്ല നല്ല വീഡിയോയും വ്ളോഗും ലോങ് വീഡിയോസ് ഒക്കെ ഒരുപാട് ഇടുന്നതായിരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഇറങ്ങിയൊക്കെ കഴിയുമ്പോ ഇതിനകത്ത് ഇതൊക്കെ നോക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭാഗത്തൊക്കെ മെമ്മറീസും ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇപ്പൊ ഇത് ഞങ്ങളുടെ പഠനത്തിന്റെയും ഞങ്ങളുടെ ലൈഫിലൊരു ഇതായിട്ട് അങ്ങ് മാറി. ഒരു പാർട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പൊ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് വല്ലതും ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തരണം. ഞങ്ങൾ അതൊക്കെ പരിഹരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റ് ബോക്സ് വഴിയോ നമ്മുടെ മെയിൽ വഴിയോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിൽ പേഴ്സണലായിട്ട് അയച്ചാൽ നമ്മള് റിപ്ലൈ തരും, എല്ലാവർക്കും കൊടുക്കും. വേഗം വീട്ടിൽ വിളിച്ച് പറയാണ് കണ്ടന്റ് മാറ്റി പിടിക്കാനെന്ന്. പിള്ളേരൊക്കെ ഇറങ്ങി വേഗം വീട്ടിൽ വിളിച്ച് പാൻ പൊങ്കച്ച ഞാനതങ്ങ് ഹോസ്റ്റലിന്റെ താഴെ കേട്ട്. നമ്മളെ ഇത് കാണുമ്പോഴും നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ നമ്മൾ കേക്കട്ടെ കാണുമ്പോൾ ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ഇവർക്ക് 3 ലക്ഷം അടിച്ചത് സന്തോഷമാണല്ലോ, 3 മില്യൺ അടിച്ചത് സന്തോഷമാണല്ലോ. നിങ്ങൾക്ക് ജെന്യുവിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷെ നമുക്ക് ഒരു 2-3 സബ്സ്ക്രൈബേഴ്സും നമുക്കത് വലുതാണ്. അത് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളോട് ചോദിച്ചാൽ ചിലപ്പോൾ അതിന്റെ സന്തോഷം മനസ്സിലാകും. വെളിയിൽ ഒരാൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും അതിന്റെ ഒരു സന്തോഷം ഫീലിങ്ങും എത്രയാണെന്ന്. കാരണം ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ടൈം അങ്ങനെ കണ്ടെത്താൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞു വന്ന് ഞങ്ങളുടെ ജോലി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി. എന്നിട്ട് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് തരുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഭയങ്കര പോസ്റ്റ് ചെയ്യാൻ പറ്റുവാടി. താങ്ക് യു. ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ആണിത്. കണ്ടപ്പോഴേ ഓർത്തത് ഞാൻ കേക്കണ്ടാ ഐഷ് ഇവനെ കണ്ടപ്പോഴേ ഓർത്തത് ഒരുപാട് പേര് സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു മെയിൻ ആളാണ് ഇവൻ. കാരണം ഞങ്ങളുടെ കൂടെ വീഡിയോ എടുക്കാനും വീഡിയോ എപ്പോ എടുക്കാൻ പറഞ്ഞാലും വരും. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ചില പിള്ളേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കാല് പിടിക്കണം. പിന്നെ ഓരോരോ റീസൺസ് പറയും. ഞങ്ങള് തൃക്കാട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ഞാനകത്ത് കുറച്ച് റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവനുമായിട്ടുള്ള കാണാം. അലിഷ് ഫ്രം കർണാടക കഴിയും. അപ്പം എന്തുവാ അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇത് ചെയ്ത് ചേട്ടൻ നിഹാൽ ഞങ്ങളുടെ ഫ്രണ്ട് അയച്ചു തരും റീൽസ് ഒക്കെ അയച്ചു തരും. എന്റെ സഹോദരൻ ഞങ്ങൾക്ക് റീൽസ് ഒക്കെ അയച്ചു തരും. ഓക്കെ അയച്ചു തരും ഞങ്ങൾക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യടി അത് സപ്പോർട്ട് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കൊരാളെ പറയാനുണ്ട്, ഷിനാസ് സുൽത്താൻ. അവൻ ഞങ്ങൾക്ക് 300 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഞങ്ങൾക്ക് മിറർ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഒരു വലിയ മിറർ, ഞങ്ങൾക്ക് നല്ലൊരു മിറർ ഇല്ലായിരുന്നു, അത് അവൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു ബ്ലോഗ് ഇതിന് ശേഷം ഇടാം. ഞങ്ങൾ കയ്യിൽ കിട്ടില്ല. 300 ആയിക്കഴിഞ്ഞ് അവൻ തരാം. നമ്മള് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് എക്സ്പ്രഷൻ അറിയത്തില്ല. അപ്പോഴും സന്തോഷമുണ്ട് ഉള്ളില്. എല്ലാവർക്കും ഒരുപാട് നന്ദി.
ഒരുപാട് നന്ദി, ഒരുപാട് സപ്പോർട്ട് ചെയ്യണം, ഇനി സപ്പോർട്ട് ചെയ്യണം. പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, പറയണം. എന്തുവാ കമന്റ് ബോക്സിൽ കൂടെ പറയണ എന്ത് വീഡിയോസ് ഒക്കെ ചെയ്യണം, കുറെ സജസ്റ്റ് ചെയ്യൂ. നിങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ബെൽ ബട്ടൺ ഒക്കെ ഞെക്കണം. ബെൽ ബട്ടൺ ഒക്കെ ഞെക്കിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയ വരുന്ന കാണണം, സജസ്റ്റ് ചെയ്യണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്, ഹെൽപ്പ് ചെയ്യണം. നമ്മളെല്ലാവർക്കും റിപ്ലൈ ചെയ്യും. അപ്പൊ